അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കപ്പെടുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ആനന്ദവും ആഹ്ലാദവും നൽകിക്കൊണ്ട് കടന്നുവന്ന ഈദുൽ അദ്ഹയുടെ ഈ സുദിനത്തിൽ മുഴുവൻ ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ നേരുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ദിനവും അതിപ്രധാനമാണ്. ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പരിശുദ്ധ റമളാനിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈദുൽ ഫിത്തർ. 2, ഹജ്ജുമായി ബന്ധപ്പെട്ട ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ മഹത്തായ ചില ഓർമ്മകൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുന്നതാണ്. അയവിറക്കാനുള്ള സ്മരണകൾ അവർക്ക് നൽകുന്നതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ നിരവധി പാഠങ്ങളാണ് ഈ സുദിനം നമുക്ക് നൽകുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ സംബന്ധിച്ച് ഒന്നാമതായി ഉണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട്, സ്രഷ്ടാവായ നാഥൻ ഒരു പരീക്ഷണമായി നൽകിയിട്ടുള്ളതാണ് ജീവിതം എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ വിശ്വാസദൃഢതയുടെ തോതനുസരിച്ചുകൊണ്ട് തന്നെ തീർച്ചയായും പരീക്ഷണങ്ങൾ കടന്നു വരും. അതിശക്തമായ അടിയുറച്ച വിശ്വാസത്തിൻ്റെ മാതൃകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നതുകൊണ്ട് ആ ത്യാഗിവര്യനായ പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളം ദൈവിക പരീക്ഷണങ്ങൾക്ക് വിധേയമായിരുന്നു. സ്വന്തം പിതാവിൻ്റെ മുഖത്തു നോക്കി സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു കൗമാരം, ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിനു പകരം സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച ആരാധ്യ വസ്തുക്കൾക്ക് ആരാധന നടത്തിയിരുന്ന പിതാവിൻ്റെ മുഖത്തു നോക്കി പ്രപഞ്ച സത്യം, സ്രഷ്ടാവിനുള്ള ഏകത്വം, അവന് മാത്രമുള്ള ആരാധന, ആ സത്യം വെട്ടിത്തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. പിന്നീട് ആ സമൂഹത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. അക്കാരണത്താൽ തന്നെ അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നു. അഗ്നിപരീക്ഷണമെന്ന മലയാളത്തിൽ ആലങ്കാരികമായി ഉപയോഗിക്കുന്ന പദപ്രയോഗം, അതിന് നേർക്ക് നേരെ വിധേയനായി തീർന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അഗ്നിക്ക് കരിക്കുക എന്ന ഗുണമാണുള്ളതെങ്കിൽ ചുട്ടരിക്കുക എന്ന ആ സ്വഭാവത്തെ മാറ്റി ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ആ അഗ്നിയോട്, ആ അഗ്നിയുടെ സ്വഭാവ ഗുണങ്ങൾ അതിന് നൽകിയിട്ടുള്ള നാഥൻ്റെ കൽപ്പന, ഇബ്രാഹീമിന് നീ തണുപ്പും രക്ഷയുമായി മാറുക എന്നായിരുന്നു. അങ്ങനെ ശത്രുക്കളാൽ അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ അഗ്നി പോലും സുരക്ഷിതത്വത്തിൻ്റെ കേന്ദ്രമായി മാറ്റത്തക്ക വിധത്തിൽ ദൈവിക സഹായത്തിന് വിധേയനായി തീർന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ ഒരു മനുഷ്യനു പ്രാപിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, ഖലീലുല്ലാ എന്ന ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാനും ആ പ്രവാചകന് സാധിച്ചു. എന്തുകൊണ്ടാണ് നീണ്ട സംവത്സരങ്ങൾക്ക് ശേഷവും ആ മഹൽ ജീവിതം ഓർമ്മിക്കപ്പെടുകയും ആ നാമം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിലൊന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് വ ഇബ്രാഹീമല്ലദീ വഫ, കടമകൾ നിറവേറ്റിയവനായ ഇബ്രാഹിം എന്ന വിശേഷണമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറെ കടമകളും ബാധ്യതകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും അന്നദാതാവുമായ നാഥനോടുള്ള കടമകളാണ്. 2 സമസൃഷ്ടികളോടുള്ള കടമകൾ. ഈ 2 ദൗത്യവും നിർവഹിക്കുന്നതിൽ വിജയിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും നമുക്ക് മാതൃക കാണാൻ സാധിക്കും. കുടുംബവുമായുള്ള ജീവിതം, ആ കുടുംബജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ തന്നെ
എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രത്യേകത? ദൈവിക സമർപ്പണത്തിൻ്റെ മാതൃകയായിരുന്നു ആ കുടുംബം എന്നതാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മഹത്തരമായ മാതൃകയുണ്ട് എന്ന് ലോകസൃഷ്ടാവായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, ആ കുടുംബം ദീൻ നിലനിർത്തുന്നതിൽ അതിയായി ശ്രദ്ധിച്ചു. മാതൃകയായൊരു പിതാവ്, അനുസരണയുള്ള ഒരു പുത്രൻ, ഭർത്താവിനോട് അങ്ങേയറ്റം വിധേയത്വം കാണിച്ച സാറ എന്ന ഭാര്യ, ഹാജറ എന്ന ഭാര്യ, അങ്ങനെ ഒരു കുടുംബത്തിനുണ്ടാകേണ്ടുന്ന മുഴുവൻ നന്മകളുടെയും മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ആ കുടുംബത്തോടൊപ്പമുള്ള ജീവിതയാത്രയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നുള്ള നിലക്ക് തൻ്റെ ഇണയെയും സന്തതിയെയും വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു കൊണ്ട് പോകുമ്പോഴും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാത്ത് ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഞങ്ങളുടെ നാഥ, യാതൊരു പച്ചപ്പുമില്ലാത്തൊരു കൃഷിയുമില്ലാത്ത ഈ താഴ്വാരത്തിൽ നിൻ്റെ പരിശുദ്ധ ഭവനത്തിന് സമീപം ഞാനിതാ എൻ്റെ കുടുംബത്തെ പാർപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ സന്തതിയെ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവർ നിന്നെ ഓർക്കുന്നവരാകാൻ, നിന്നോട് നന്ദി കാണിക്കുന്നവരാകാൻ, നിനക്ക് വേണ്ടി ആരാധന അനുഷ്ഠിക്കുന്നവരാകാൻ നിൻ്റെ പരിശുദ്ധ ഭവനത്തിന് സമീപത്ത് അവരെ വിട്ടേച്ചുകൊണ്ടാണ് ഞാനിതാ പോകുന്നത്. അഥവാ കുടുംബത്തെ ഉപേക്ഷിക്കുമ്പോഴും അവർ സത്യദീൻ നിലനിർത്തുന്നവരാകുന്നതിന് വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രത്യേകം എടുത്തു പറയുന്നത്. മാത്രവുമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മുഴുവൻ അനുഷ്ഠാനങ്ങളും അതിനോടനുബന്ധമായി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാകണമെന്നുള്ളതും ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചു തരുന്ന വലിയ പാഠമാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ കഅബാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന്. പ്രാർത്ഥനാ നിർഭരമായിരുന്നു ആ ജീവിതം. എൻ്റെ റബ്ബാണ് എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നത് അവനാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും വിനയത്തോടുകൂടി അവിടുന്ന് പ്രാർത്ഥിച്ചത് വല തുഹ്സിനി യൗമ യുബ്അസൂൻ എന്നായിരുന്നു. നാഥ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനപ്പെടുത്തരുതേ എന്ന്. ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരപ്പെടുന്ന യൗമ തുബലസ്സറായിർ, മുഴുവൻ രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ആ ദിനത്തെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടു എന്നതുകൊണ്ടാണ് ആ വിധത്തിൽ പ്രാർത്ഥിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് മാതൃകയുണ്ട്. ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പുത്രൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ സന്നദ്ധമായി തീർന്നൊരു നിമിഷം, ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹം വെച്ചു പുലർത്തുന്ന ഒരു പിതാവ് തനിക്കേറ്റവും പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ബലി നൽകാൻ സന്നദ്ധമാകുന്ന അതിപ്രധാനമായൊരു നിമിഷം, ആ സന്ദർഭത്തിൽ സ്വന്തം കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കാൻ സാധ്യമാകാത്ത ഒരു പിതാവിൻ്റെ മനോവേദന നമുക്കറിയാം. ചരിച്ച് കിടത്തിയിട്ടാണ്, നെറ്റിത്തടം ചരിച്ച് കിടത്തിയാണ് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറാകുന്നത്. ഇബ്രാഹീം എന്ന നാഥൻ്റെ വിളി കേട്ട് ആ റബ്ബിൻ്റെ കൽപ്പനപ്രകാരം അതിൽ നിന്ന് പിന്തിരിഞ്ഞ മഹൽ വ്യക്തിത്വം നമുക്ക് നൽകുന്ന സന്ദേശം ജീവിതത്തിൽ ഏറ്റവും വലിയത് അള്ളാഹു ആകണമെന്നുള്ളതാണ്. സ്വന്തം സമ്പത്തിനേക്കാൾ, സ്വന്തം ആസ്തികളേക്കാൾ, സ്വന്തം ജീവിതത്തിലെ മറ്റ് പ്രിയപ്പെട്ട മറ്റാരേക്കാളും ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ റബ്ബാകണം എന്ന സന്ദേശമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പെരുന്നാളിലും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് ആ മഹത്തായ ആദർശമാണ്. നാം ചൊല്ലുന്ന തക്ബീർ,
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു അധരവ്യായാമമല്ല. ജീവിതത്തിലെ ഏത് നിമിഷത്തിലും നമുക്ക് ഏറ്റവും വലുത് അല്ലാഹു ആകണം, അവൻ്റെ ഇഷ്ടമാകണം. അവൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഈ ലോകത്തെ മറ്റൊരാളുടെയും ഇഷ്ടം നമുക്ക് വലുതാകരുത്. അവൻ്റെ തൃപ്തിക്കു മുമ്പിൽ മറ്റൊരാളുടെയും തൃപ്തി നമുക്ക് വലുതാകരുത് എന്നതുകൂടിയാണ് ഈ പെരുന്നാളിലൂടെ, ഈ സ്മരണകളിലൂടെ പ്രധാനമായി ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഒരേ വസ്ത്രത്തിൽ, ഒരേ വേഷവിധാനത്തിൽ, ഒരേ പ്രാർത്ഥനയോടെ, ഒരേ കേന്ദ്രത്തിൽ ഒരുമിച്ചുകൂടിയ ധന്യവേളയിലാണ് നാം ഉള്ളത്. ഹജ്ജ് എന്ന മഹത്തായ കർമ്മം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ നടത്തിയ വിളിയുടെ ആഹ്വാനത്തിൻ്റെ പ്രതികരണമായി ആ കർമ്മം, ആ യാത്ര ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദൈവ ആരാധനയിൽ അഥവാ തൗഹീദിൽ അധിഷ്ഠിതമാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന, അവന് മാത്രമുള്ള ആരാധന, അവന് മാത്രമുള്ള സമർപ്പണം. ആ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ഈ പെരുന്നാൾ ആഘോഷം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ പരിശുദ്ധ മണ്ണിൽ ഒരുമിച്ചു കൂടിയപ്പോൾ നമുക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഭാവിയിൽ അങ്ങനെ ഒരു സൗഭാഗ്യം നമ്മളേവർക്കും ലഭിക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം ഈ പെരുന്നാളിൻ്റെ ദിനം നാം ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. കേവലം ആശീർവാദത്തിൻ്റെ വാക്കുകൾ കൈമാറുക മാത്രമല്ല, ആഘോഷിക്കാനുള്ള സുദിനമാണിത്. പക്ഷേ ആ ആഘോഷം അതിരുവിട്ടതായിക്കൂടാ. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള ഒരു ആഘോഷം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. മാത്രവുമല്ല, ആഘോഷ ദിനം പോലും ഒരു സത്യവിശ്വാസി ഉപയോഗപ്പെടുത്തേണ്ടത് ആരാധനകൾ അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തക്ബീറുകൾ, തഹ്മീദുകൾ, തഹ്ലീലുകൾ നാം കൂടുതലായി ഈ ദിനത്തിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഈ പെരുന്നാൾ ദിനത്തിൽ പോലും പ്രധാനമായുള്ളത് നമുക്കറിയാം, 2 റക്അത്ത് നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. അതിൽ തന്നെയും സാധാരണ നമസ്കാരങ്ങളിലേക്കാൾ കൂടുതലായി അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ. അങ്ങനെ പ്രാർത്ഥനാ നിബദ്ധമായ ഒരു സുദിനമാണ് ഈദുൽ അൽഹയുടെ ഈ ദിനം. അതേപ്രകാരം തന്നെ നാം അറുക്കുന്ന ബലിമൃഗം, ആ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാം ജീവന് വില കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ്. ആ മതത്തിൻ്റെ തന്നെ കൽപ്പനയുടെ ഭാഗമാണ് അള്ളാഹുവിന് വേണ്ടി ബലി അറുക്കണം എന്നുള്ളത്. എന്തിനു വേണ്ടി? അതിൻ്റെ രക്തം ഒഴുക്കുക എന്നത് മാത്രമല്ല, അതിൻ്റെ മാംസം കഴിക്കുക എന്നത് അല്ല, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിനേക്കാൾ എല്ലാം പ്രധാനം ആ ബലിമൃഗത്തിൻ്റെ കാര്യത്തിൽ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ഭക്തിയാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എടുത്തു പറയുന്നത്. തൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ എനിക്കേറ്റവും വലുത് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനമാണ് ഓരോ വിശ്വാസിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് വേണ്ടിയുള്ള ബലി, ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം, അതോടൊപ്പം തന്നെ മുഴുവൻ നന്മകളും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. പെരുന്നാളിൻ്റെ സുദിനം ദാനധർമ്മങ്ങളുടേതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചൊല്ലുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകിയ ശേഷം അവരിൽ നിന്ന് സദഖകൾ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. അങ്ങനെ തൻ്റെ ശിരോവസ്ത്രം അതിൻ്റെ ഒരറ്റം ബിലാൽ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇരുവരും നീട്ടിപ്പിടിച്ച് അതിലേക്ക് ജനങ്ങളിൽ നിന്ന് സദഖകൾ പിരിച്ചു. അതുകൊണ്ട് പെരുന്നാളിൻ്റെ സുദിനത്തിൽ ആ മാതൃകയും നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. സദഖകൾ പിരിച്ചെടുത്ത് പാവങ്ങളായ ആളുകൾക്കുള്ള സഹായത്തിന് അത് എത്തിച്ചു കൊടുക്കുക എന്നത്, നാം സന്തോഷിക്കുമ്പോൾ മുഴുവൻ ആളുകളും സന്തോഷിക്കണം എന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരാളും പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാകരുത്. സൗഹൃദ സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുക,
കുടുംബ സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുക. കുടുംബ ബന്ധം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അർറഹ്മു മുഅല്ലഖത്തും ബിൽ അർഷ്, കുടുംബ ബന്ധം ദൈവിക സിംഹാസനവുമായി ബന്ധിതമാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മൻ വസലഹ വസലഹുല്ലാ വമൻ ഖതഅഹ ഖതഅഹുല്ലാ. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർത്തവൻ അള്ളാഹുവിനോടുള്ള ബന്ധം ചേർത്തിരിക്കുന്നു. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ അള്ളാഹുവിനോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹുവായുള്ള ബന്ധമാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നാം ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബ സന്ദർശനങ്ങൾക്ക് വേണ്ടി ഈ ദിനം ഉപയോഗപ്പെടുത്തണം. ഭൗതികമായ കാരണങ്ങളുടെ പേരിൽ ഹൃദയമകന്നുപോയ അനുഭവങ്ങളുണ്ടാകാം, തെറ്റിപ്പിരിഞ്ഞവരുണ്ടാകാം. നാം എല്ലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്. അവനോട് നമ്മൾ പറയുന്നു, എനിക്ക് പുറത്തു തരണമേ എന്ന്, അള്ളാഹു മൗഫിർലി എന്ന്. അങ്ങനെ പറയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമുക്ക് തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളോട് പൊറുക്കാൻ, മറക്കാൻ സാധിക്കണം. അവരുമായുള്ള പിണക്കങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാം പൊറുക്കുന്ന നാഥനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒട്ടും പൊറുക്കില്ല എന്ന നിലപാടാണ് നമ്മുടെ സമസൃഷ്ടികളുമായുള്ള വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമുക്കെങ്ങനെയാണ് ആത്മാർത്ഥതയോടെ നമ്മുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുക? അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്തും പരസ്പര സ്നേഹബന്ധത്തിൻ്റെ പാശത്തെ അതിശക്തമാക്കിക്കൊണ്ടും ഈ സുദിനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അറ്റുപോയ ബന്ധങ്ങളുടെ കണ്ണികളെ വിളക്കി ചേർക്കാൻ ഈ ഈദുൽ അദ്ഹയുടെ സുദിനം നമുക്ക് ഉപകാരപ്പെടട്ടെ. ജീവിതത്തിലെ നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൂട്ടി, കൂടുതൽ നന്മകൾ വാരിക്കൂട്ടി, അങ്ങനെ സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സുദിനത്തിനു വേണ്ടിയാകണം നമ്മുടെ ഏവരുടെയും അധ്വാനം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചര്യകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് വഴികൾ വ്യത്യസ്തമാക്കണം എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതേപ്രകാരം തന്നെ രോഗികളെ സന്ദർശിക്കാൻ, കുടുംബക്കാരെ സന്ദർശിക്കാൻ, ഇങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളിലും പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങൾ ഈ സുദിനത്തിൽ നാം പകർത്തേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരുക്കപ്പെടുന്ന സദ്യകളിൽ എല്ലാ ആളുകളെയും, അയൽവാസികളെയും, ബന്ധുക്കളെയും, മിത്രങ്ങളെയും എല്ലാം പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നാം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. വിശ്വാസരംഗത്ത് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ആദർശം മുറുകെ പിടിക്കുമ്പോഴും മാനുഷിക ബന്ധങ്ങളുടെ, സൗഹൃദ ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താൽപ്പര്യവും ശ്രദ്ധയും കാണിക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ രാജ്യത്ത് വർഗീയതയും വിഭാഗീയതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഭിന്നതകളെയും മാറ്റി നിർത്തി വിശ്വാസരംഗത്ത് വളരെ കൃത്യവും കണിശവുമായ ഒരു മാതൃക പിൻപറ്റുമ്പോഴും മാനുഷിക ബന്ധങ്ങളുടെയും മാനുഷിക സൗഹാർദ്ദത്തിൻ്റെയും വിഷയത്തിൽ നാം മാതൃകയായി തീരേണ്ടതുണ്ട്. വിഭാഗീയതയിൽ നിന്ന്, വർഗീയതയിൽ നിന്ന് അകന്നു നിന്ന് മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഈ പെരുന്നാൾ നമുക്ക് ഉപകാരപ്പെടട്ടെ. കാരുണ്യവാനായ നാഥൻ അവൻ്റെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ മാർഗം കാണിച്ചു തന്ന് ജീവിത സൗഭാഗ്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.